ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്കിന്ന് ഇക്വലൻസ് ഓഫ് പി ഡി ആൻഡ് സി എഫ് ജി നോക്കാം. എൻ്റെ വീഡിയോ ആണിത്. ഇക്വലൻസ് ഓഫ് പി ഡി ആൻഡ് സി എഫ് ജി ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വാട്ട് എവർ നമ്മൾ ഒന്നും കൂടെ അത് എന്താണെന്ന് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ എ പുഷൻ ഓട്ടം പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷൻ ഓട്ടോമാറ്റ. ആൻഡ് വാട്ട് യു മീൻ ബൈ എ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ? എ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ഈസ് എ ഗ്രാമർ which is used for generating the strings in a context free language, right? Now the equivalence of PDA and CFG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെയാണ്. അതായത് ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റ എനിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റ either in the form of empty stack or in the form of accepting state, എങ്ങനെയെങ്കിലും ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റ ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആ പറയുന്ന ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ എവിടെയെങ്കിലും ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് എ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ആ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റയും എവിടെയെങ്കിലും ഉണ്ടാവും. ദിസ് ഈസ് വാട്ട് ദ തിയറം സേസ്. ദ പുഷ് ഓൺ ഓട്ടോമാറ്റ ആൻഡ് CFG ആർ ഇക്വലന്റ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ ബാക്കി എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ഇതിനും രണ്ട് പാർട്ട് ഉണ്ട്. പാർട്ട് 1 എന്താ പറയുന്നത് നോക്കാം. പാർട്ട് 1 പറയുന്നത് L equal to L of G. If L equal to L of G for some context free grammar G, then L equal to L of P for some push on automata P. Okay, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് എവിടെയെങ്കിലും ഒരു ഗ്രാമർ ഉണ്ട്, കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ട്, അതൊരു ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതേ ലാംഗ്വേജിനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ തന്നാൽ എനിക്ക് അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? പുഷ് ഓൺ ഓട്ടോമാറ്റയ്ക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ മെത്തഡോളജി എന്താണെന്ന് നോക്കാം. മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം അതിനകത്ത് പ്രോസസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ലെറ്റ് G ഈക്വൽ ടു NTSP. G ആണ് എന്റെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ, സച്ച് ദാറ്റ് L ഈക്വൽ ടു L ഓഫ് G. ഇതാണ് ഗ്രാമർ എങ്കിൽ വി ക്യാൻ ഒബ്റ്റെയിൻ എ പുഷ് ഓൺ ഓട്ടോമാറ്റ. ഐ ക്യാൻ ഗെറ്റ് എ പുഷ് ഓൺ ഓട്ടോമാറ്റ. എന്നിട്ട് ആ പുഷ് ഓൺ ഓട്ടോമാറ്റ ട്രിപ്പിൾ ഡെഫിനിഷൻ പറയാണ് Q സിഗ്മ ഡോ ഡെൽറ്റ Q0 ഡോളർ ആൻഡ് ആക്സെപ്റ്റൻസസ് A. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഒബ്റ്റെയിൻ എ പുഷ് ഓൺ ഓട്ടോമാറ്റ. എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഈ ജിയിൽ നിന്ന്. എങ്ങനെയാണ്? ഏത് പുഷ് ഓൺ ഓട്ടോമാറ്റ ആണെങ്കിൽ, ഏത് കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ആണ് തന്നതെങ്കിലും അതിനെ പുഷ് ഓൺ ഓട്ടോമാറ്റ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ? എനിക്ക് 3 സ്റ്റേറ്റ് മതി. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. 3 സ്റ്റേറ്റ് ഉള്ള ഒരു പുഷ് ഓൺ ഓട്ടോമാറ്റ എനിക്ക് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിനും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. റെഡി? ഒബ്വിയസ്ലി അതിന്റെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്റെ ടെർമിനൽ സിമ്പിൾസ് എന്താണെന്ന് എനിക്കറിയാം. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നോൺ ടെർമിനൽസ് വരാം, ടെർമിനൽസ് വരാം, പിന്നെ ഓൾറെഡി ഉള്ള ഡോളർ വരാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് തന്നെ, ഡോളർ തന്നെ. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 സ്റ്റേറ്റ് ഉള്ളത്, അതിലെ Q2 ആയിരിക്കും എന്ത്? ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിന്റെ ഡെൽറ്റയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ദിസ് ഹാപ്പൻസ്, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്. എന്റെ കയ്യിൽ കുറച്ച് ഗ്രാമർ ഉണ്ട്. ഈ ഗ്രാമർ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ പുഷ് ഓൺ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതിനെ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ സ്റ്റാക്കിലേക്ക് യെസ്സിനെ പുഷ് ചെയ്യും. നമ്മുടെ സ്റ്റാക്കിലേക്ക് നമ്മൾ തന്നിട്ടുള്ള ഗ്രാമറിനകത്തുള്ള യെസ്സിനെ നമ്മൾ എങ്ങോട്ട് പുഷ് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. സോ നമ്മൾ സ്റ്റാക്കിനെ ഇതേപോലെ പുഷ് ചെയ്യാം. സോ ഫസ്റ്റിലെ ഡ്യൂട്ടി തന്നെ അതാണ്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് റീപ്ലേസ് ഈച്ച് നോൺ ടെർമിനൽ ഇൻ സ്റ്റാക്ക് ടോപ്പ് വിത്ത് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത് ഇതല്ലേ, എസ് അല്ലേ? ആ എസ്സിന് ഇപ്പൊ എസ് ഒരു നോൺ ടെർമിനൽ ആണല്ലോ. ഒരു നോൺ ടെർമിനൽ സ്റ്റാക്കിന്റെ മേലെ വന്നാൽ അതിന്റെ പ്രൊഡക്ഷൻസ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വന്നേക്കുന്നത് എസ്സിന് വന്നേക്കുന്നത് എ ആണെങ്കിൽ ആ എ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യാം? അതിനെ റീപ്ലേസ് ചെയ്യാം, അതിനെ നേരിട്ട് റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പൊ എസ് ഗീവ്സ് AB ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? ഈ എപ്പൊ എസ്സിൽ സ്റ്റാക്കിൽ എസ് ഉണ്ട്, ഈ എസ്സിന് പകരം നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യും? AB എന്ന് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സ്റ്റാക്ക് എങ്ങനെ ഇരിക്കും? കണ്ടാല് ഇങ്ങനെ ഇരിക്കും. അതായത് ഈ എസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം എന്ത് വരും? അതിന്റെ പ്രൊഡക്ഷൻസ് കയറി വരും. ഇതാണ് പറയുന്നത് ഓരോ ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഏത് നോൺ ടെർമിനൽ A ആണ്. അപ്പൊ ഇനി എക്ക് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള പ്രൊഡക്ഷൻസ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് ഇസ് എ ടെർമിനൽ സിമ്പിൾ ഇൻ സ്റ്റാക്ക് ടോപ്പ് ബൈ ടേക്കിംഗ് ദ സെയിം ഇൻപുട്ട് സിമ്പിൾ ഫ്രം ദ ടേപ്പ്. അതായത് ഒരു ടെർമിനൽ സിമ്പിൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ വന്നാൽ, സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ടെർമിനൽ സിമ്പിൾ വന്നാൽ, ഇപ്പൊ ആദ്യത്തെ 2 സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 സ്റ്റെപ്പിൽ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് നോ ഇൻപുട്ട് സിമ്പിൾ ടേക്കൺ ഫ്രം ദ ടേപ്പ്. അതായത് ആദ്യത്തെ എസ് പുഷ് ചെയ്യുന്ന സമയത്തും നോൺ ടെർമിനലിനെ അതിന്റെ പ്രൊഡക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്തൊന്നും ഇൻപുട്ട് ടേപ്പിനെ നമ്മൾ തൊടുന്നില്ല. ഇൻപുട്ട് ടേപ്പ് നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് വെച്ചേക്കാം.
എപ്പോഴാണോ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ഒരു ടെർമിനൽ സിമ്പിൾ വരുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഇതിന് എക്ക് ഞാൻ പ്രൊഡക്ഷൻ എഴുതി, റെഡി. അതേപോലെ ബിക്ക് ഞാൻ പ്രൊഡക്ഷൻ എഴുതി. ഇനിയിപ്പോ സപ്പോസ് സേ ഇപ്പം ഞാൻ എക്ക് പ്രൊഡക്ഷൻ എഴുതി, എക്ക് സേ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും, എ ഗീവ്സ് എ ബി ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്ക് പകരം എന്തായിരിക്കും കയറി വരിക? ഈ എക്ക് പകരം കയറി വരുന്നത്, ഈ എക്ക് പകരം ഈ എ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഈ എക്ക് പകരം നമ്മൾ എഴുതാൻ പോകുന്നത് അതിന്റെ പ്രൊഡക്ഷൻസ് ആയ ബി, ഇവിടെ ഈ 2B, പിന്നെ മേലെ ആര് വരും? എന്റെ സ്മോൾ എ വരും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും എനെ എ ബി ബി വെച്ച് റീപ്ലേസ് ചെയ്ത. ഇപ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ ആരാ ഉള്ളത്? ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിൽ യു ക്യാൻ സി എ ടെർമിനൽ സിമ്പിൾ. ഇങ്ങനെ ഒരു ടെർമിനൽ സിമ്പിൾ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ടെർമിനൽ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ടിന്റെ ടേബിൾ നോക്കും, അവിടെയും എ തന്നെ ആയിരിക്കും. കാരണം ഇത് വെച്ച് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ട്രിങ്ങിനെ ഇൻപുട്ടിനെ എടുത്തതായി കണക്കാക്കിയിട്ട് എന്റെ ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള ആ ഒരു ടെർമിനൽ സിമ്പിളിനെ പോപ്പ് ചെയ്ത് കളയും. അപ്പൊ അതിന്റെ ബാക്കിൽ ചിലപ്പോൾ വേറെ അടുത്ത ടെർമിനൽ സിമ്പിൾ ആവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻപുട്ട് സിമ്പിൾ എടുക്കുക, അതിനെ പോപ്പ് ചെയ്യുക. രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പോകാൻ പറ്റൂ. സപ്പോസ് നമ്മുടെ സ്ട്രിങ് അങ്ങനത്തെ അല്ല, നമുക്ക് വന്ന സ്ട്രിങ് ഇൻപുട്ട് സ്ട്രിങ് അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ്, റൈറ്റ്? അപ്പം ഇത് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്താ പറയാ, ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ വാട്ട് സേ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇൻപുട്ട് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ കഴിഞ്ഞു. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പിന്നെ അപ്പം വീണ്ടും ചിലപ്പോൾ നോൺ ടെർമിനൽ ആയിരിക്കും കയറി വരും. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ റീപ്ലേസ് ചെയ്യും. വീണ്ടും ടെർമിനൽ വന്നു കഴിഞ്ഞാൽ ഇൻപുട്ട് എടുക്കുന്നു, പോപ്പ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് 2 and 3 ടിൽ ദ സ്റ്റാക്ക് ആസ് ഓൺലി ഡോളർ പോണ വരെ ഈ പറഞ്ഞ സാധനം ചെയ്തുകൊണ്ടിരിക്കാം. റെഡി? ഒരു പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും ഇൻപുട്ട് തീർന്നു പോയാൽ, അതായത് എന്താ പറയാ, ഡോളർ എത്തുന്നതിന് മുമ്പ് ഇൻപുട്ട് തീർന്നു പോയാൽ അതിന്റെ അർത്ഥം എന്താ? സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യില്ല. ഡോളർ എത്തി, അപ്പൊ നോക്കുമ്പോൾ കൃത്യമായി ടേപ്പ് എംപ്റ്റി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്ട്രിങ് ആക്സെപ്റ്റഡ് ആണെന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിനകത്തുള്ള എല്ലാ കണ്ടന്റും തീർന്നു. ഡോളർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്റ്റാക്ക് എംപ്റ്റി തന്നെയല്ല, ഡോളർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിന് ഞാനൊന്ന് ജസ്റ്റ് ഇത് ചെയ്തേക്കോട്ടെ, സിംബലൈസ് ചെയ്തേക്കോ. ഇതാണ് ഞാൻ നേരത്തെ ഇത് പറഞ്ഞ, ഞാനിപ്പോ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതിന്. അതായത് ഇനീഷ്യലി നമ്മുടെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഓഫ് Q0 സ്റ്റാർട്ടിങ്ങിൽ വിത്തൗട്ട് ടേക്കിംഗ് എൻ ഇൻപുട്ട് സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് 1 ആണ് ഇവിടെയും പറയുന്നത്. വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻപുട്ട് സിമ്പിൾ, സ്റ്റാക്കിന്റെ ടോപ്പിൽ ആരാ ഉള്ള? ഡോളർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? Q1ലേക്ക് മൂവ് ചെയ്യുന്നു. സ്റ്റാക്ക് ഏതിലേക്ക് മൂവ് ചെയ്യുന്നു? Q1ലേക്ക് മൂവ് ചെയ്യുന്നു. എസിനെ പുഷ് ചെയ്യുന്നു. സ്റ്റാക്ക്, അതായത് എന്റെ എസ് എന്ന് പറയുന്ന എന്റെ സിമ്പിളിനെ ഞാൻ എങ്ങോട്ട് പുഷ് ചെയ്യുന്നു? എവിടേക്ക് പുഷ് ചെയ്യുന്നു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ശരി, അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി ഈ സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ടും എടുക്കില്ല. ഒരു നോൺ ടെർമിനൽ വന്ന് ഫോർ ഓൾ നോൺ ടെർമിനലിലാണ് ഞാൻ ബി കൊണ്ട് സിമ്പിളൈസ് ചെയ്തിരിക്കുന്നത്. Q1 വിത്തൗട്ട് ടേക്കിംഗ് എൻ ഇൻപുട്ട് സിമ്പിൾ ഇഫ് എ ബി, അതായത് ഒരു നോൺ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ Q1 റീപ്ലേസ് വിത്ത് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ്. അതാണ് വേർ ജി ഹാസ് എ പ്രൊഡക്ഷൻ ബി ടു ആൽഫ. അതായത് ബി എന്ന് പറയുന്ന നോൺ ടെർമിനലിൽ നിന്ന് ആൽഫ എന്ന പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ബിക്ക് പകരം എന്തിനെ റീപ്ലേസ് ചെയ്യാം? ആൽഫ റീപ്ലേസ് ചെയ്യാം. ചിലപ്പോ ഒരു ബിക്ക് തന്നെ 2 പ്രൊഡക്ഷൻ ഉണ്ടാവാം. ആയിക്കോട്ടെ, അപ്പൊ അതിൽ ഏത് പ്രൊഡക്ഷൻ എടുക്കണമെന്ന് വീഡിയോ തീരുമാനിച്ചോളൂ. നമ്മൾ രണ്ടിനുള്ള ട്രാൻസിഷൻ എഴുതി വെക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1-നകത്ത് ഓക്കെ ഒരു ഇൻപുട്ട് സിമ്പിൾ കണക്കാക്കണം എ. അപ്പൊ സ്റ്റാക്ക് ടോപ്പിൽ ഒരു ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ് പോപ്പ് ചെയ്യും. ശരിയല്ല? ടെർമിനൽ സിമ്പിൾ ഏത് വന്നാലും പോപ്പ് ചെയ്യും. ഇപ്പൊ എനിക്ക് ഇവിടെ പറയാം for all a in t എന്നോ സിഗ്മ എന്നോ എവിടെ പറഞ്ഞാലും സെയിം ആണ്. ഫോർ ആൾ എ ഇൻ ടി എവിടെ ഉള്ള സെയിം ആണ്.
റെഡി. അങ്ങനെ എല്ലാ സാധനവും തീർന്നു, സ്റ്റാക്കിൽ ഡോളർ എത്തി. അതുവരെ 2 3 റിപ്പീറ്റ് ചെയ്യണം എന്നാ ഫോർത്തിൽ പറയുന്നത്. ഡോളർ എത്തി. അപ്പോൾ ഇൻപുട്ട് സിമ്പിളിന്റെ ടേബിൾ നോക്കിയാൽ അതും എം ടി ആണെങ്കിൽ വി വിൽ മൂവ് ടു വെയർ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയ Q2ലേക്ക് പോകും. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. എസ് ഗീവ്സ്, ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പറയാം. എസ് ഗീവ്സ് എ ബി ബി എ ഗീവ്സ് എ ഗീവ്സ് A/A, B ഗീവ്സ് B/B. ഇത് എന്തിനുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയാം. എന്താ? നമ്പർ ഓഫ് എ ആഫ്റ്റർ നമ്പർ ഓഫ് ബി, സോറി നമ്പർ ഓഫ് എസ് ഫോളോഡ് ബൈ നമ്പർ ഓഫ് ബീസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീസ് ഫോളോഡ് ബൈ നമ്പർ ഓഫ് എസോ. ഇതിനുള്ള പുഷ് ഓൺ ഓട്ടോമാറ്റ് ആണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന പുഷ് ഓൺ ഓട്ടോമാറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആണോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണോ ഐ ഡോണ്ട് കെയർ. നമ്മളൊരു പുഷ് ഓൺ ഓട്ടോമാറ്റ് പറ്റുമെന്നേ നമ്മൾ പറയുന്നുള്ളത്, ഏത് ടൈപ്പ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കണേ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റ ജനറേറ്റർ ആണ്. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് സ്ട്രിങ് ഇത് ഞാൻ എടുത്തു വെക്കുകയാണ്. ഓക്കെ, ഇതെൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്, എൻ്റെ Q0. ഓക്കെ, ഞാൻ 3 സ്റ്റേറ്റുകളും ആദ്യം തന്നെ അങ്ങ് വരച്ചേക്കാം. Q0, ദിസ് ഈസ് മൈ Q1 and my Q2, and Q2 is my final state as I have told. ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. നിങ്ങൾക്ക് വരച്ച് വയ്ക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസിഷൻസ് ആണ്. ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആസ് യൂഷ്വൽ എൻ്റെ ഫസ്റ്റ് ട്രാൻസിഷൻ ഇവിടെ നിന്ന് Q1ലേക്കാണ്. നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സിമ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനീഷ്യലി ഞാൻ ഒന്നും എടുക്കുന്നില്ല, അതായത് ഇൻപുട്ട് ഒന്നും എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനീഷ്യലി ഐ വിൽ കൺസിഡർ എപ്സിലോൺ കോമ സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്തായിരിക്കും? സ്റ്റാക്കിന്റെ ടോപ്പിൽ ഡോളർ ആണ് ഉള്ളതെങ്കിൽ ഐ വിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് എസ് ഡോളർ. ശരിയല്ലേ? അതാണ് ഞാനൊരു എസിനെ പുഷ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകുന്നു? Q1ലേക്ക് പോകുന്നു. ഓക്കെ, ഇനി Q1ൽ നിന്ന് ഇങ്ങോട്ടുള്ളതും കൂടെ നമ്മളതിന്റെ കൂടെ വരച്ചേക്കാം. ഞാൻ ഓൾറെഡി വരച്ചതാണ്. ഇവിടെ എന്താ വരിക? Q1ന്റെ ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻപുട്ട് തീരുന്ന സമയത്ത്, അല്ലെ? ഇൻപുട്ട് തീരുന്ന സമയത്ത്, ഈ ഇൻപുട്ട് തീരുന്ന സമയത്ത് സ്റ്റാക്കിൽ ആര് മാത്രമേ ഉള്ളൂ? ഡോളർ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ അതിനെ റീപ്ലേസ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതെന്റെ ഇഷ്ടമാണ്. ശരിയല്ലേ? എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ എന്താ ട്രാൻസിഷൻ എഴുതിയത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോക്കട്ടെ. ട്രാൻസിഷൻ എഴുതിയത് നമ്മൾ ഇവിടെ ട്രാൻസിഷൻ എഴുതിയത് അത് ഇതിന്റെ നേരിട്ട് ബാധിക്കുന്നില്ല. Q2 ഡോളർ തന്നെയാണ്. ശരി, അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഡോളർ വെച്ച് ചെയ്യുന്നു. Q2ലേക്ക് വരുന്നു. ഇവിടെയാണ് നമ്മുടെ കളികൾ ഇരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാ ഉള്ളത്? നമ്മുടെ ട്രാൻസിഷൻസ് എന്തൊക്കെയായിരുന്നു? എസ് ഗീവ്സ്, എസ് ആണ് സ്റ്റാക്കിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ എസിന് പകരം എന്ത് ചെയ്യും? എസ് ആണ് സ്റ്റാക്കിൽ ഉള്ളതെങ്കിൽ എസിനെ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞ് എസിനെ റീപ്ലേസ് ചെയ്യുന്നത് എസിന്റെ പ്രൊഡക്ഷൻസ് വെച്ചിട്ട്. അതായത് ഞാൻ ഇൻപുട്ടുകളൊന്നും എടുക്കുന്നില്ല. എപ്സിലോൺ ഇങ്ങനെയാണ് എഴുതുന്നത്. എപ്സിലോൺ എസ് ആണ് ഇൻപുട്ടെങ്കിൽ എസിനെ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? എയ്തർ എ ബി വെച്ച് റീപ്ലേസ് ചെയ്യാം, ഒരെണ്ണം തീർന്നില്ല. പിന്നെ ഇത് ഒരെണ്ണമാണ്. പിന്നെ കോമ വേറൊരെണ്ണം എഴുതാം. എസിനെ ഞാൻ റീപ്ലേസ് ചെയ്യാം. എപ്സിലോൺ കോമ എസ് തന്നെയാണെങ്കിൽ എസിനെ വേറെ ഒരു ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാലോ. എസ് ഗീവ്സ് എസ് വെച്ച് ചെയ്യാം. പിന്നെ എസിന് എ ബി വരാം, എസിന് ബി എ വരാം. പിന്നെ ഏത് വരാം? കോമ. ഈ ട്രാൻസിഷൻസ് എല്ലാം എനിക്ക് ഒന്നുകിൽ താഴെ എഴുതാം, സൈഡിൽ ഞാൻ കോമിറ്റ് എഴുതാം. നമുക്ക് ട്രാൻസിഷൻസ് കോമിറ്റ് എഴുതാലോ. പിന്നെ എസ് കാണുന്നതിന്റെ ബി എ എഴുതാം. അതിനുശേഷം എപ്സിലോൺ ബി എ, എസ് എ, എസ് ബി എ. അടുത്തത് എപ്സിലോൺ കോമ എ. എക്ക് ട്രാൻസിഷൻ എന്തായിരുന്നു? എക്ക് ട്രാൻസിഷൻ എ ആയിരുന്നു.
ഒരു ട്രാൻസിഷനും കൂടി ഉണ്ട്. എപ്സിലോൺ കോമ ബി എ തന്നെയാണെങ്കിൽ ഒരു ട്രാൻസിഷനും കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഞാൻ റീഅറേഞ്ച് ചെയ്ത് എപ്സിലോൺ എസിന് എ ബി, എപ്സിലോൺ എസിന് തന്നെ ബി എ, എപ്സിലോൺ എക്ക് അതിന്റെ ട്രാൻസിഷൻ എ പ്രൊഡക്ഷൻ എ എ. അതിൽ തന്നെ വേറൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ഇൻപുട്ട് ഒന്നും വന്നിട്ടില്ല, സ്റ്റാക്കിൽ എ ആണുള്ളെങ്കിൽ വീണ്ടും അതിന്റെ പ്രൊഡക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുക, എ വെച്ച് റീപ്ലേസ് ചെയ്യുക. എപ്സിലോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഇൻപുട്ടൊന്നും എടുത്തിട്ടില്ല, സ്റ്റാക്കിന്റെ ടോപ്പിൽ നോൺ ടെർമിനൽ ബി ആണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ബി ബി. ബിക്ക് തന്നെ വേറൊരു പ്രൊഡക്ഷൻ ഉണ്ട് സ്മോൾ ബി. അത് രണ്ട് പ്രൊഡക്ഷനും എഴുതണം. അതിനുശേഷം എന്താ എക്ക് ഇനിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പോപ്പിംഗ്. നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ടെർമിനൽ ആണെങ്കിൽ നമ്മളൊരു ഇൻപുട്ടിനെ എടുക്കുന്നു, അതാണ് സ്മോൾ എ. ടോപ്പിലുള്ള എ അങ്ങനെയാണെങ്കിൽ പോപ്പ് ചെയ്യാനാണ് എപ്സിലോൺ. ബി ആണെങ്കിലും അതുപോലെ തന്നെ എപ്സിലോൺ. സോ ഇത്രയും കാര്യങ്ങൾ മതി. ഇതാണ് എന്റെ പുഷൻ ഓട്ടോമാറ്റ്. ഈ പുഷൻ ഓട്ടോമാറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് എന്റെ പുഷൻ ഓട്ടോമാറ്റ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന സ്ട്രിങ്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തേക്കുന്ന സ്ട്രിങ്, ഈ പറയുന്ന സ്ട്രിങ് ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന് കൊടുത്തേക്കുന്ന സ്ട്രിങ് നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് സേ എ എ എ ബി ബി ആണെന്ന് വിചാരിക്കും. സേ 3 എയും ഒരു ബിയും 3 എയും ഒരു ബി ഉള്ളൊരു സ്ട്രിങ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ആദ്യം പുഷ് ചെയ്യുക? നമുക്ക് സ്റ്റാക്കിലേക്കുള്ളത് ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് എഴുതി നോക്കാമല്ലോ. ഫസ്റ്റ് തന്നെ എന്ത് സംഭവിക്കും? Q0 ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ. Q0 ഇനീഷ്യലി എന്തായിരിക്കും? Q0 ആയിരിക്കും. ശരി, പ്രോസസിങ് ഓഫ് എ ബി ബി പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? Q0 എ ബി ബി ബി. സ്റ്റാക്കിനകത്ത് ഇനീഷ്യലി ആരാ ഉള്ളത്? നമുക്കറിയാം, ഡോളറാണ്. ഓക്കെ, എന്ത് സംഭവിക്കും? ഞാൻ മറ്റേ സാധനം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ ആരോ മാർക്ക് ഇടുന്നല്ലോ കേട്ടോ. മറ്റേ സാധനം ഇതിനകത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ശരി, അപ്പൊ ഇത് എന്തായി മാറും? ഇത് ശരിക്കും വരയ്ക്കേണ്ടത് ഈ സിമ്പിളാട്ടോ. എന്തെന്നാ പറയണേ? ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിപ്പോൾ യൂസ് ചെയ്യാൻ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ആരോ മാർക്ക് ഇടാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0 എന്ന് പറയുന്ന ഈ Q0-ലെ ഒരു ഇൻപുട്ടും നമ്മൾ എടുക്കില്ല. അതിന് പകരം എന്താ എടുക്കും? നമ്മുടെ സ്റ്റേറ്റ് മാറി നമ്മൾ പക്ഷെ അതിന് പകരം എന്ത് പുഷ് ചെയ്യും? സ്റ്റാക്കിനെ പുഷ് ചെയ്യും. സോ Q0 തന്നെ കോമ ഇൻപുട്ട് എ ബി ബി തന്നെ. അതിനുശേഷം എന്ത് സംഭവിക്കും? നമ്മൾ എസിനെ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്ക് അവിടെ കയറി, എസ് ഡോളർ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു? അടുത്ത സ്റ്റെപ്പിൽ Q0ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. എസിലാണ് ഇപ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ എസ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവൻ Q1ലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. സ്റ്റേറ്റ് Q1ൽ തന്നെ, പ്രശ്നം വ്യത്യാസമൊന്നുമില്ല. ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എ ബി ബി തന്നെ. നമ്മളിപ്പോഴും സ്റ്റാക്കൊന്നും എടുത്തില്ല. പക്ഷെ എസിന് പകരം എന്തായി മാറും? എസിന് പകരം ഇത് വരും. എന്താ പറയുക? എസിന്റെ ഒരു ഒരു പ്രൊഡക്ഷൻ വരും. എസിന് പകരം അപ്പൊ ഏത് കയറി വരും? എ ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വരും. അത് ഏത് പ്രൊഡക്ഷൻ എടുക്കണം എന്നത് പുഷ് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് സ്ട്രിംഗ് ജനറേഷൻ അറിയുന്നതുകൊണ്ട് നമ്മൾ ഇത് ആവുമെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, സോ അത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. Q1 എന്താ പറയുക? Q1 വിത്ത് എ ബി അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇനി എന്താ സംഭവിക്കും? ഇനി സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ഇപ്പൊ Q1-ലാണുള്ളത്. Q1 സെയിം റിമൈനിങ് ദ സെയിം Q1 കോമ എ ബി ബി. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോ ഉള്ള എ ആണ്. എയുടെ പ്രൊഡക്ഷൻ ആയ എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. മറ്റേ ബി ഇവിടെ ഉണ്ട്. ശരി, ബി ഇവിടെ ഉണ്ട്. നമ്മുടെ ഡോളറും എവിടെ ഉണ്ട്? ഡോളറും ഉണ്ട്. ഇതാണ് എൻ്റെ അടുത്ത ഇൻസ്റ്റൻസിൽ സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇൻസ്റ്റൻസിലോ അതിൻ്റെ അടുത്ത ഇൻസ്റ്റൻസിലോ ഇപ്പൊ നമുക്ക് കാണാം എൻ്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ടെർമിനൽ സിമ്പിൾ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ആദ്യത്തെ ഇൻപുട്ട് സിമ്പിളായ എ എടുക്കും. എ ബി ബിയിലെ എ എടുക്കും. അപ്പൊ ഇത് എന്തായി മാറി? Q1 കോമ എ ബി ബി ആയി മാറി. ഈ ഇവിടെ വീണ്ടും ആ സ്റ്റാക്കിലുള്ള എ പോപ്പ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് എന്തായി മാറി? എ ബി ആയി മാറി. നമ്മുടെ ഡോളർ ഉണ്ട്. ഫിനിഷ്.
ഇനി എന്ത് സംഭവിക്കും? അടുത്ത ഇൻസ്റ്റൻസ്, നെക്സ്റ്റ് ഇൻസ്റ്റൻസ് സംഭവിക്കുന്നത് Q1 തന്നെ. ഓക്കെ, ഈ ഇൻപുട്ടിനൊന്നും സംഭവിക്കില്ല. ഈ എ വീണ്ടും ഏത് വെച്ച് റീപ്ലേസ് ചെയ്യും? എ വെച്ച് റീപ്ലേസ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ വീണ്ടും ഇപ്പോൾ ആരുണ്ട്? സ്റ്റാക്കിന്റെ ടോപ്പിൽ വീണ്ടും എൻ്റെ ഒരു ടെർമിനൽ സിമ്പിൾ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജിൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യും? Q1 നിന്ന് ഈ ഇൻപുട്ട് എടുക്കും, അതേപോലെ ഈ നേരത്തെ എനെ പോപ്പ് ചെയ്ത് AB ആവും. ശരിയല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇനിയുള്ള ഇൻസ്റ്റൻസിൽ ശരിക്കും സംഭവിക്കുന്നത് Q1 ABB ആണുള്ളത് അല്ലെ? ABB ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ABB തന്നെ. ഈ എക്ക് പകരം ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് AA എന്ന് പറയുന്ന എന്റെ പ്രൊഡക്ഷൻ അല്ല, വെറും A എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, അത് വെച്ച് റീപ്ലേസ് ചെയ്ത്. ഏത് പ്രൊഡക്ഷൻ എടുക്കുന്നത് നമ്മൾ ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഒരേ ഇൻപുട്ട് സിമ്പിളിന് ഒരേ സ്റ്റാക്ക് ടോപ്പിന് തന്നെ വേറെ വേറെ ഇതിലേക്ക് പോവാം. സോ വി ഡോണ്ട് കെയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? AA വെച്ച് റീപ്ലേസ് ചെയ്യും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ ഇപ്പൊ ഈ ഇൻസ്റ്റൻസിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ആ പറയുന്ന 2 എയും എനിക്ക് പോപ്പ് ചെയ്യണമല്ലോ. ഇൻപുട്ട് എടുക്കുന്ന 2 എ ഞാൻ എന്ത് ചെയ്യും? അടുത്ത കേസിൽ ഈ എയും ഉണ്ടാവില്ല, ഈ എയും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉള്ളത് ആരാ? BBയും സ്റ്റാക്കില് BB. അപ്പൊ അടുത്ത ഇൻസ്റ്റൻസ് സംഭവിക്കാൻ പോകുന്നത്, ഐ എം റീപ്ലേസിംഗ് ദ നോൺ ടെർമിനൽ B ഇൻ ദ സ്റ്റാക്ക് ടോപ്പ് വിത്ത് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതേതാ? ബിയുടെ ഇതിൽ എന്താ ഉള്ളത്? ബിയുടെ ഉള്ളതിലുള്ളത് ഒരു BB ഉണ്ട്. ശരിയല്ലേ? BB എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. ശരി, അപ്പൊ എന്ത് സംഭവിക്കും? BB ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻപുട്ട് സിമ്പിൾ, ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത് സ്മോൾ b ആണ്. അപ്പൊ ആ ബിയെ പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ഇൻപുട്ട് സിമ്പിൾ എടുക്കുന്നു, പോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും $B ആയി മാറുന്നു. ശരിയല്ലേ? ശരി, ഇനി ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സാധനത്തിന്റെ ഇതിന്റെ ഈ പറയുന്ന എന്താ പറയാ, ഈ പറയുന്ന ട്രാൻസിഷൻ ഇനി ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് നോൺ ടെർമിനലിന് 2 ട്രാൻസിഷൻ ഉണ്ട്. അപ്പൊ ഒന്ന് സ്മോൾ ബി ക്യാപിറ്റൽ ബിയും പിന്നെ വെറും സ്മോൾ ബി. അപ്പൊ ഞാൻ ഇനി റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് B വെച്ചിട്ട് തന്നെയാണ്. അതായത് ക്യാപിറ്റൽ ബിക്കുള്ള അടുത്ത ട്രാൻസിഷൻ വെച്ചിട്ടാണ്. സോ വിൽ ഗെറ്റ് Q1 B. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സോ വി ആർ ഗെറ്റിംഗ് എ ടെർമിനൽ സിമ്പിൾ B ഓൺ ദ സ്റ്റാക്ക് ടോപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതേ ഇത് തന്നെ നമ്മൾ Q1 ഇത് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ തീർന്നു. ഇൻപുട്ട് സിമ്പിൾ ഇവിടെ B വരുന്നു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ പോപ്പ് ചെയ്യുന്നു. ഇൻപുട്ട് സിമ്പിൾ വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ വരിക? ഇവിടെ നമ്മുടെ എപ്സിലോൺ വരും. എപ്സിലോൺ. സോ Q1 എപ്സിലോൺ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പോൾ $, മാത്രമാണ്. സ്റ്റേറ്റ് Q1 $, മാത്രം ഉള്ളപ്പോൾ നമ്മുടെ ഇൻപുട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യും? നമ്മൾ നേരെ Q2ലേക്ക് മൂവ് ചെയ്യും. സോ ഐ ക്യാൻ സേ ഐ ആം റീച്ചിങ് ഓൺ ദ സ്റ്റേറ്റ് Q2. പിന്നെ റീപ്ലേസ്മെന്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെ. സോ അത് ഏത് തന്നെ ആയിരിക്കും? $തന്നെ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയോ എന്ന് മാത്രമേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സോ നമുക്കറിയാം നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിൽ എത്തും. ഇങ്ങനെയാണ് ഇതിലുള്ള സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. സോ ഇതാണ് കൺവേർഷൻ ഓഫ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ടു പുഷ്ഡ് ഓൺ ഓട്ടോമാറ്റ പാർട്ട് 1. പാർട്ട് 2 അടുത്ത വീഡിയോ കേട്ടോ. താങ്ക് യു.